പ്രോഗ്രാം ഓഫീസർ ജിജു സാറ്, ഷമീർ സാറ്, NCC ലീഗിൻ്റെ നേതൃത്വം വഹിക്കുന്ന സാറ്, മറ്റ് പ്രിയപ്പെട്ട രാജു സാറ് നമ്മുടെ കോളേജിൻ്റെ തന്നെ ഭാഗമായിരുന്നു. ഒരു 3-3.5 വർഷക്കാലത്തോളം കോളേജിൽ താമസിക്കുകയായിരുന്നതാണ്. മറ്റ് സന്ധ്യ ടീച്ചർ, മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട NCC ഭാരവാഹികൾ, എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ഞാൻ ആശംസിക്കുന്നതോടൊപ്പം തന്നെ ആദ്യമേ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങിയാണ്. ഏതാണ്ട് കുട്ടികൾ 2-2.5 മണിക്കൂറായിട്ട് കാത്തിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 8:30 എത്തിച്ചേരുമെന്ന് അല്ലെങ്കിൽ 9 തുടങ്ങാൻ രീതിയിൽ അവരെല്ലാം ഇങ്ങനെ ഇരുന്നു. പക്ഷേ പലവിധ കാരണങ്ങൾ ക്ലൈമറ്റൊക്കെ തന്നെ അവിടെ മോശമാണ്. അതുകൊണ്ടൊക്കെ എന്നെ വിളിച്ച് അറിയിച്ചിരുന്നു സ്വന്തം താമസിക്കുന്നു. എനിക്ക് തേവര കോളേജുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമാണ്. ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സ്ഥാപനമാണ് തേവര കോളേജ്. അവിടെ 8-9 വർഷക്കാലം ഞാൻ ഹിമാലയത്തിലൊക്കെ ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, തേവര കോളേജിൻ്റെ ഒരു 11 വർഷക്കാലം തേവര കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ബഹുമാനപ്പെട്ട പ്രശാന്ത് അച്ഛൻ എപ്പോഴും ജീവിതത്തിൽ ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് താല്പര്യമുള്ളവരാണ്. ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യുന്നു. ഇവരുടെ ഭാഗമായിട്ടിവിടെ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒന്നാണ്. അപ്പോൾ അച്ഛൻ പ്രശാന്ത് അച്ഛൻ എപ്പോഴും ജീവിതത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള മനുഷ്യനാണ്. എല്ലാത്തിനും ഏത് പ്രയാസപ്പെട്ട കാര്യങ്ങളെയും തന്നിടത്തോടുകൂടി നേരിടാനായിട്ടുള്ള ഒരു ശ്രമം പ്രശാന്ത് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കറിയാം, ഞാൻ കൊച്ചി മുതൽ ഏത് ഭാഗത്തേക്കൊക്കെ കൊച്ചി കൊൽക്കട്ട അതിൻ്റെ ഡീറ്റെയിൽസ് അച്ഛൻ പറയാം. ഇങ്ങനെ ഒരു ഓൾ ഇന്ത്യ നമ്മൾ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയമാണിത്. ഈ അവസരത്തിൽ യാത്ര തന്നെ ഒരു ശരിയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, പക്ഷെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്കിപ്പോഴേ സമയം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് സമയം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും സ്ഥലങ്ങൾ കാണാനും ബൈക്കിൽ യാത്ര ചെയ്യാനും സൈക്കിളിൽ യാത്ര ചെയ്യാനും എനിക്ക് താല്പര്യമാണ്. അതൊക്കെ വ്യക്തിപരമായ താല്പര്യം. അപ്പോൾ ഈ വ്യക്തിപരമായ താല്പര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞങ്ങളുടെ പരിസരത്തുള്ള സീനിയർ ആയിട്ടുള്ള ആളുകൾ അവരെല്ലാ ദിവസവും ഓടുന്നു. ഫിറ്റ് ഇന്ത്യ എന്നുള്ള ആശയം വെച്ച് അവർ പ്രവർത്തിക്കുന്നു. അവരിത് കേട്ടപ്പോൾ ഇതിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്താൽ പോലെ ഞങ്ങളെല്ലാവരും താല്പര്യമുണ്ട്. അവർ സംഘം കൂടി റോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടു. അവരെന്നെ പിടിച്ചൊരു റോട്ടേറിയനാക്കി, എന്നെ ഒരു ഓണററി റോട്ടേറിയനാക്കി. റോട്ടറിയുടെ സന്ദേശമായിട്ടുള്ള സമാധാനവും ട്രസ്റ്റും ഇതിൻ്റെ എൻ്റെ തന്നെ ഭാഗമായി എൻ്റെ ആശയമായിരുന്നുകൊണ്ട് അവരതും കൂടെ സ്വീകരിച്ചുകൊണ്ട് ഒരു ഓണററി റോട്ടറി പദവി എനിക്ക് നൽകി. അപ്പോൾ അങ്ങനെയാണ് ഇത് പബ്ലിക്കായത്. അല്ലെങ്കിൽ ഞാനൊരു പ്രൈവറ്റായിട്ട് ഞാൻ വന്നേനെ. പക്ഷേ ഇങ്ങനൊരു പബ്ലിസിറ്റി ഉണ്ട്. എറണാകുളത്തെ പത്രങ്ങളിലെല്ലാം നിന്ന് വാർത്ത വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ വന്നു പോയതാണ്. ഇപ്പോൾ വാർത്തയേക്കാൾ കൂടുതലായിട്ട് ഇനി ഇത് ചെയ്ത് തീർക്കുക. അതിൻ്റെ കാര്യം ഇത് നേരത്തെ സൂചിപ്പിച്ചു, ഇന്റർനാഷണൽ ട്രസ്റ്റ് ആൻഡ് പീസ് ഒരു കാര്യം. നമ്മൾ 2030 ലക്ഷ്യം വയ്ക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, സുസ്ഥിര വികസന ലക്ഷ്യം 17 എണ്ണം. അപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രമേ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും സ്കൂൾ കാലം മുതലേ എൻവയോൺമെന്റ് സയൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോൾ അതൊക്കെ പഠിക്കുന്നു. പക്ഷേ സ്കൂളിൽ ഞങ്ങളൊക്കെ കിൻഡർ ഗാർഡനിൽ ചെറിയ റൈമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കുള്ളൂ. bits of paper lying on the ground. കേട്ടിട്ടുണ്ടോ? Make the place untidy. ഇത് റൈമാണ്, സ്കൂളിൽ പഠിക്കുന്നത്. പക്ഷെ അത് bits of paper lying on the ground പിള്ളേരൊക്കെ പാടും. അതിന്റെ ലാസ്റ്റ് ലൈൻ pick them up എന്നാണ്. അത് ചിലപ്പോൾ ടീച്ചറെ പഠിപ്പിക്കുമായിരിക്കും, പക്ഷെ ആരും പിക്കപ്പ് ചെയ്യാനായിട്ട് പഠിപ്പിക്കരുത്. പിക്കപ്പ് എന്നുള്ള കാര്യം പഠിപ്പിക്കരുത്, അത് ചെയ്യാറില്ല. അതുപോലത്തെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശീലമാക്കിയാൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാകും. അതിന് കാരണം പറഞ്ഞാൽ ഈ 17 ലക്ഷ്യമുള്ളത് 1 ലക്ഷ്യം എടുക്കുക. 6ാമത്തെ ലക്ഷ്യം വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്നുള്ളതാണ്. ഈ ഒരൊറ്റ കാര്യം എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഒരു ദിവസം 1500 കൂടുതൽ കുട്ടികൾ ഒരു ദിവസം ലോകത്ത് മരിക്കും. അതിൽ ഒരു നല്ല ശതമാനം ഇന്ത്യയിലാണ് മരിക്കും. അവരെ അഫക്റ്റഡ് ആകുന്ന വേറെ ഡയറിയ ബാധിച്ച് അനേകം പേർ അഫക്റ്റഡ് ആകുന്നു. അത് വെള്ളത്തിന് ഒരു ഉദാഹരണമാണ്. ഡയറിയ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും. ഞങ്ങളുടെ അടുത്തൊരു അച്ഛൻ കിഡ്നി കൊടുത്തു, അച്ഛൻ മരിച്ചു വരിക. എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് ഭയങ്കര മതിപ്പാണ്. എനിക്ക് മതിപ്പാണ്. അവരുടെ പുണ്യപൂർണ്ണമായ അച്ഛൻ. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് 2 കിഡ്നി വെച്ച് ഞാൻ നടക്കുന്നത് തെറ്റാന്ന് എനിക്ക് തോന്നി തുടങ്ങി. എനിക്ക് 2 കിഡ്നി ഉണ്ടല്ലോ. അപ്പോൾ പക്ഷെ ആളുകൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഈ കിഡ്നി കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ കിഡ്നി കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് വരാതിരിക്കണമോ വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വെള്ളമാണ്. വായുവുണ്ട്, മണ്ണുണ്ട്, എല്ലാം ബന്ധപ്പെട്ട എല്ലാം വായുവും വെള്ളവും മണ്ണും എല്ലാം ബന്ധപ്പെട്ട കാര്യം. അപ്പൊ ഈ വായുവും വെള്ളവും മണ്ണും മലിനമാകാതെ ആരോഗ്യപരമായിട്ടിരുന്നാല് മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ആരോഗ്യപരമായിട്ട് ഭൂമി ജീവിക്കാൻ.
അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനുഷ്യർ. അപ്പൊ ഈ ബൈക്കിന് യാത്രകൾ പൊല്യൂഷൻ ഉണ്ടാകുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് ഉണ്ട്. കുറച്ച് മിനിമത്തിലാണ് ഓടിക്കുന്നത്. ഞാൻ കടവാൻ സ്പീഡ് ഓടിക്കലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഒരു പര്യടനം നടന്ന വേറെ മാർഗ്ഗമില്ല. സൈക്കിളിൽ മാത്രം എനിക്ക് അത്ര സമയമില്ല, സൈക്കിളിൽ പോകാൻ എനിക്ക് താല്പര്യപ്പെടും. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ പൊല്യൂഷൻ ഉണ്ട്. പക്ഷെ പൊല്യൂഷൻ നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാന്നുള്ള കാര്യം നോക്കും. അപ്പൊ ഇതൊരു ഫ്ലഡ്ജ് നിങ്ങൾക്ക് തരികയാണ്, ഞാൻ ഉണ്ടാക്കിയ ഫ്ലഡ്ജാണ്. അതിൽ ഒരെണ്ണം സേവനത്തിന് കൊടുക്കുന്നുണ്ട്. ഇത് ചുരുങ്ങിയ കാര്യം പറഞ്ഞാൽ ചെയ്യാം. നമ്മൾ ഒരു ഐ എം എ സീറോ വേസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞ അഭിമാനത്തോടുകൂടി നടക്കുന്നത്. ഐ എം എ സീറോ വേസ്റ്റ് പേഴ്സൺ, ഞാൻ മാലിന്യം ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നതിൽ അപ്പോൾ മിഠായി കടലാസ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. കാരണം അനാവശ്യമായിട്ട് മിഠായി കടലാസ് പൊടിയുള്ള മിഠായി കഴിക്കുന്നില്ല. നീ കഴിക്കുകയാണെങ്കിൽ ഞാൻ മാനേജ് ചെയ്തു. അത് രണ്ടാമത്തെ ഘട്ടം മാനേജ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം റെഡ്യൂസ് ചെയ്യാൻ നോക്കും. ഉള്ളത് വേസ്റ്റ് ഉണ്ടാകുന്നതാണെങ്കിൽ തന്നെ ചുരുക്കാൻ പറ്റും. അപ്പൊ എന്റെ ഈ യാത്രയിൽ ഇത്രയും ദൂരമുള്ള യാത്രയിൽ ഞാൻ കഴിയുന്നതും വേസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്, അതാണ് എന്റെ പോളിസി. കഴിയുന്നത് വലിച്ചെറിയപ്പെടുന്ന ഒരു സാധനം ഞാനായിട്ട് മേടിക്കില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നു. അപ്പൊ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു പുനർനിർമ്മാണം, ഞാൻ ക്വിറ്റിന്റെ ഡേ ആയിരുന്നു. ഇന്ത്യയെ ക്വിറ്റ് ചെയ്യേണ്ടത്, ഇന്ത്യയിൽ ക്വിറ്റ് ആവേണ്ടത് ഇതുപോലത്തെ കൺസ്യൂമറിസം, നല്ല കൺസ്യൂമറായിട്ട് നമുക്ക് റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്ന ഗോൾ നമ്പർ 12 പറയുന്ന പോലെ നമ്മൾ ഓരോ കാര്യങ്ങളും ഉപഭോഗം ചെയ്യുമ്പോൾ നമ്മുടെ ചെരുപ്പ് മുതൽ, നമ്മുടെ ഉടുപ്പ് മുതൽ, നമ്മുടെ ഷർട്ടും പാൻസും മുതൽ, നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ, നമ്മുടെ കെട്ടിടങ്ങൾ വരെ ഓരോ കാര്യത്തിലും പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അത് മലിനപ്പെടുത്താത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മാലിന്യം പൊളിറ്റിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ല. നമുക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. മുമ്പിൽ നിൽക്കുന്ന അതായത് കുറെ വർഷങ്ങളായിട്ട് നയിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും സ്ഥാനം പിടിച്ചില്ല. പക്ഷേ പുതിയൊരു ഓരോ ദിവസം വരുന്ന ഓരോ ഇന്നോവേഷൻസ് ഒത്തിരി എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നു. അച്ഛൻ എംഎസ്ഒക്കെയാണ്, ഞാൻ എംഎസ്ഒക്കെയാണ്. അപ്പൊ ഞാൻ എത്ര ചെയ്യുന്നു, അച്ഛൻ ചെയ്യുന്നു ആലോചിക്കുമ്പോൾ ഒത്തിരി ഗ്യാപ്പ്, ഒത്തിരി ഡിഫറൻസ് വരുന്നു. അപ്പൊ അച്ഛന്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് പുതിയൊരു ഇന്നോവേഷൻ ഒത്തിരി ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇനി കൂടുതലായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീറോ വേസ്റ്റ് ഈ ലോകത്ത് മുഴുവൻ നമ്മുടെ സസ്റ്റൈനബിൾ 2031 കൊണ്ട് ലോകത്ത് മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ക്ലീൻ ആക്കുന്ന ഒരു പദ്ധതി, അതിനുള്ളൊരു നടപ്പില് എല്ലാ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കേക്ക് Father Prasant is a priest of the Order of Carmelites of Mary Immaculate of the Siromadabar Church. Father was principal of Sacred Heart College Autonomous, Cochin for the past 10 years till last March. By training, he is a professional social worker from Tata Institute of Social Sciences, Mumbai, and he got his doctorate in social work from Mahatma Gandhi University, Cochin. Father had been a visiting faculty at University of Maryland School of Social Work, Baltimore, and School of Social Work, Western Michigan University, Kalamazoo, USA. Involved in movements related to environment education and green campaigns, he focuses on natural resource management and waste management, promoting organic farming. He has been instrumental in creating awareness among his students about traditional farming as well as motivating them to involve in the social movements of farming. He also is a social activist and environmentalist. Father is a friend of nature and a green guardian. Reverend Dr. Prasant is especially noted by people of Ernakulam because he's always seen to move around on his bicycle through the busy streets of Ernakulam. Even I have witnessed, and I was really surprised when I saw Father on his bicycle. Father is now set out on the Trust Green Peace journey all over India from today on his favorite motorbike. He is not using a car since he thinks that it would be a burden on the environment. On his first lap, he is here to visit us at the Assumption and interact with the Either there will be a brief meeting or something, maybe some NSS volunteers would have been there. Now the teachers have come, that's a great thing. I really like it. I do not know what exactly you want at all to hear from me. Regarding this travel, personally, it is a personal thing. It started off as a personal thing after so many years of service.
I thought I should take a break and എല്ലാവരും അല്ലെങ്കിൽ പ്രിൻസിപ്പളായിട്ട് ഇങ്ങനെ ആളുകൾ പുറകെ നടക്കുകയാണ് നമ്മൾ ഒപ്പം മേടിക്കാനായിട്ട്. അപ്പോൾ ഒപ്പൊന്നും വേണ്ടാത്തൊരു സ്ഥിതിയിൽ വരുമ്പോൾ അതുമായിട്ടൊന്ന് താരതമ്യം പ്രാപിക്കാനായിട്ട് ഒന്ന് കുറച്ച് വിട്ടു നിൽക്കാം എന്ന് ഓർത്തിട്ടാണ് ചോദിച്ചത്. അപ്പോൾ പ്രൊഫഷനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല, 2-3 മാസം എടുത്തോളം പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സബാറ്റിക്കൽ പോലെയാണ്. സോ ഐ വുഡ് ലൈക്ക് ടു റൈറ്റ് എ ബുക്ക്. ഐ വുഡ് ലൈക്ക് ടു ഒരു ബുക്ക് എഴുതാനുള്ള ആഗ്രഹമാണ്. പിന്നെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പുസ്തകം എഴുതാമെന്ന് വിചാരിക്കുന്നു. If you want me to speak in English, I can speak. Otherwise, നമുക്ക് മലയാളം എല്ലാവരും മലയാളികളാണല്ലോ. പിള്ളേരാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത്, കാരണം അവരുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഈ ട്രസ്റ്റ്, ഗ്രീൻ, പീസ്, ഇങ്ങനെ 3 വാക്യങ്ങൾ, ആക്ച്വലി 2 വാക്കാണ്. ട്രസ്റ്റ് ആൻഡ് പീസ്, അത് ഇന്റർനാഷണൽ ഫോർ ട്രസ്റ്റ് ആൻഡ് പീസ് ആൻഡ് ഡിവോഷൻ. അങ്ങനെ നിങ്ങൾക്കറിയാലോ, യുഎൻ്റെ എല്ലാ വർഷവും ഒരു തീമുണ്ട്, 1, 2, 3 തീമുണ്ടാവും. ഞങ്ങളത് വളരെ ശ്രദ്ധിക്കാറുണ്ട്. Thevara കോളേജിൽ NSSും അതുപോലെ തന്നെ കോളേജിൻ്റെ കലണ്ടറിൽ എപ്പോഴും ആ തീമിനെ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നാക്കിൻ്റെ ടിപ്പാണെങ്കിൽ ഒരു ഇതുകൊണ്ട് ഉപകാരമാണ്. ഞങ്ങളത് നാക്കിന് വേണ്ടി ചെയ്തതല്ല, ചിലപ്പോൾ നാക്കിന് ഉപകാരമുണ്ടാവും. നമ്മളങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ആഗോളതലത്തിലുള്ള ചിന്തകൾ പിള്ളേരിലേക്ക് എത്തിക്കുക. രണ്ടാമത്തെ കാര്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. അപ്പോൾ അത് 17 ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രശാന്തൻ നമ്മുടെ ഇടയിൽ ഉണ്ട്. പ്രശാന്തനെ നിങ്ങൾക്കെല്ലാം അറിയാം, പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയൊരു മനുഷ്യ സ്നേഹിയാണ്, വലിയൊരു പ്രകൃതി സ്നേഹിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ അനേക വർഷങ്ങളിൽ പല ഡയറക്ടർമാരിരുന്നപ്പോഴും നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട പ്രശാന്തൻ. പലവിധമായ കാര്യങ്ങളിൽ എറണാകുളത്തും പല എക്സിബിഷന് കാര്യങ്ങൾക്കെല്ലാം നമ്മൾ നല്ലൊരു ബന്ധം ബഹുമാനപ്പെട്ട അച്ഛനുമായിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇപ്പോൾ വലിയൊരു യാത്രയിലാണ്. ഇവിടെ മുതൽ അങ്ങ് കാശ്മീർ വരെ, ലഡാക്ക് വരെ അച്ഛൻ ഒറ്റയ്ക്ക് ഒരു യാത്ര പോവുകയാണ്. എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി പത്രങ്ങളോടൊക്കെ നമ്മളെല്ലാവരും വായിച്ചതാണ്. അതുകൊണ്ട് അച്ഛന് ഒരു ബോധന കുടുംബത്തിന്റെ എല്ലാവിധമായ ആശംസകള്, പ്രാർത്ഥനകള് ഞങ്ങൾ എല്ലാവരും നേരുകയാണ്. famous or maybe infamous, whatever. For about 4 years ago, it had come to be attention of everyone passing this way because of the traffic jam, the bridge had collapsed. This was an engineering initiative by the Britishers, and it got into bad repair, and there was a hell lot of trouble for people travelling by MC Road. And it was rectified, but it took really much time. But then the government took the initiative to have this new bridge, and that is the old bridge. I think that is it, and there is no more any part of it left. I'm not very sure whether there is still another piece of it somewhere else, but I believe it is the old one. And this is what is it? ഇത് ഏത് പുഴയാ? വെള്ളത്തിൽ ഒഴിച്ചൊന്നും പോയില്ല, അതിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അതിന് സർക്കാർ കൊടുത്തതാണ്. പാലം ഉണ്ടായിരുന്നു, അത് വർഷങ്ങളായിട്ട് നിൽക്കുകയും ചെയ്തതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അതിന് ഒരു കേടുമില്ല, ഒരു നീതി വേണം. അതുകൊണ്ട് ആ വണ്ടി കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ പാലം പണിഞ്ഞപ്പം അതിൻ്റെ മാറ്റം എടുത്ത് തൂണുകളൊന്നും എടുക്കാൻ അലൈൻ ചെയ്തു, തൂണുകളൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം solo bike ride to the nook and corner of India, spreading the Rotary message of peace and green environment. Welcome you all. Your activities and are well aware of the numerous welfare measures you have been doing for the past years. The past district governor, Chandran, is my wife's cousin, and we are having a very close relationship. I and my wife, we are very fortunate to be present at the installation of Dr. Relationship. I'm happy about it. I also find that this is a very good opportunity for
not only Rotary Connect but also Family Connect. So I think that's good that in this era when connections are becoming less and less, and we have too many connections over the net, over phone. Otherwise, the relations are becoming really superficial. It is good that Rotary is taking time to meet with people and also to engage with each other, so that there is a real kind of relationship building. I came to know that you restrict numbers so that there is greater intimacy developed among the members. That is really fabulous, and I feel really honored and thrilled to be honored with the honorary title of being a Rotarian. And the kind of values which Rotary promote are very core to, very close to my heart, as well as to any human being. So whatever is adding to polluting the planet is anathema to me. So I try to minimize, and though I am using a motorbike which is polluting, definitely, but try to be an eco rider with minimum kind of speed. Not that I am thrilled to ride at a speed of 80, 90 plus, but then my bike wouldn't go. It is a 12-year-old bike, but it is pollution tested, and it would go about 50 to 60 kilometers per hour, and spread the message of eco ride as well. I could have used a car also, but then I am not using it because that will add to the carbon footprint more. So this will be minimal. Secondly, again, this year is International Year of Peace and Trust. So the international community has agreed upon this theme through UN, and I think it is good that we collaborate together and find connections everywhere. Where how can we trust people, trust each other, trust organizations, trust communities, and go beyond and trust nations. So we have nations around our country. Maybe after this clicks, next would be Pakistan, I should say, so that we build goodwill. Goodwill, yes, I think that is the last agenda among the politicians. I am not blaming them, they have their own agenda, but I think this should be a priority agenda, so that we build trust, and instead of making ourselves aggrandized and say that we are powerful, we have this bomb,